നഗരസഭ മേടിച്ച സ്ഥലത്ത് അവിടെ MCF പണിത് ഇവരുടെ സമയത്താണ് പണി തുടങ്ങിയത്. പിന്നിലുണ്ട് അതിനോട് ചേർന്ന സ്ഥലം, അതോട് ചേർന്ന് ഒരേ കാറ്റഗറി സ്ഥലമാണല്ലോ. പിന്നെ ടർഫ് കോർട്ട് അവിടെ പണിയാൻ വേണ്ടി തീരുമാനമെടുത്തതും ടെൻഡർ ചെയ്തതും അവരാണ്. അത് അതിനോട് അടുത്ത സ്ഥലം വരാൻ കാരണം മാലിന്യ സംസ്കരണം അന്ന് തൊട്ടേ ഒരു പ്രകടനമാവുമെന്ന് അറിയാം. ഞങ്ങളുടെ ഈ കൗൺസിലിൽ അന്ന് ഞാൻ ചെയർമാനായിരുന്നപ്പോൾ ഇതുപോലെ തന്നെ റിസ്ക് എടുത്തിട്ടാണ് അയ്യായിരത്തി സ്ഥലം മേടിച്ചത്. അന്ന് അവിടെ വീടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, ഒരു ശല്യം ഉണ്ടായില്ല. അവസാനം ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം, ഈ വർഗീസ് പൂശ്ശേരി അടക്കമുള്ള ആളുകൾ പറഞ്ഞാൽ റെയിൽവേയുടെ അവിടെയുള്ള ആളുകളെ അവിടെ പതിവസിക്കണം, അവർ യാതൊരു ശല്യം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ് ഗതികേറുകൊണ്ട് ഞങ്ങൾ ആ 10 കുടുംബങ്ങളെ റെയിൽവേ പുറമ്പോക്കി റോട്ടിൽ ടെൽക്കിൻ്റെ അവിടെ അത് മാറ്റി ഇവിടെ സ്ഥാപിച്ചതാണ്. ഒരു ദൂഷ്യം പറ്റിയത്. പക്ഷേ ഇപ്പോഴും ഇതിനോട് ചേർന്നുള്ള ഈ സ്ഥലം അവിടെ വളരെ അത്യാവശ്യമാണ്. അങ്കമാലി നഗരസഭയ്ക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. സംസ്കരണമല്ല, പരിപാലനം എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പം എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഇവിടെ ഇപ്പോൾ ഉള്ള MCFൽ സാധനങ്ങൾ കൊണ്ടുവന്ന് ആദ്യം പ്ലാസ്റ്റിക് കളക്ഷൻ തുടങ്ങി, പിന്നെ ഇപ്പോൾ വേസ്റ്റ്, ചെരുപ്പ്, കുട തുടങ്ങിയ എല്ലാത്തരം വേസ്റ്റുകൾ, കുപ്പി ഉൾപ്പെടെ ബയോമെഡിക്കൽ വേസ്റ്റ്, അത് നമ്മൾ ആളുകൾ ചെന്ന് അവിടെ ചെന്ന് കളക്ട് ചെയ്തുകൊണ്ടാണ്. ബാക്കി എല്ലാ സാധനവും കളക്ട് ചെയ്ത് ശേഖരിക്കേണ്ടത് ഈ MCFന് അവിടെയാണ്. അവിടെ MCFനകത്ത് സ്ഥലമില്ല, ചുറ്റും സ്ഥലമില്ല. ഗതികേട് കൊണ്ട് വല്ലപ്പോഴും കുറച്ച് പുറത്തങ്ങ് ഇടേണ്ടി വന്നാൽ പിറ്റേ ദിവസം തന്നെ ഇവർ നിന്ന് പടം കൊടുത്ത് അത് പത്രത്തിലിടുകയും ചെയ്യാണ്. വലിയ പ്രശ്നമാണ്. ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഈ സാധനങ്ങളൊന്നും ഇടാൻ സ്ഥലമില്ലാതെ വന്നതുകൊണ്ടാണ് നമ്മൾ പുതിയൊരു MCF. ഈ സ്ഥലം എന്തോരം ഉണ്ടായാലും മതിയാവുന്നില്ല. ബിൽഡിംഗ് പൊളിക്കുന്നതിൻ്റെ വേസ്റ്റ് ഇടാൻ ഒരു സ്ഥലമില്ല നഗരസഭയ്ക്ക്. ഇതൊക്കെ ഗവൺമെൻറ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പം ഈ മാലിന്യ പരിപാലനത്തിനാണ്. കൂടെ മീറ്റിങ്ങുകളാണ്. അവർ പറയുന്നത് എവിടെ സ്ഥലം മേടിച്ചാൽ, അതുകൊണ്ടാണ് ഇവർ എന്തോരം എതിർത്തിട്ടും പ്രശ്നമുണ്ടായിട്ടും ഗവൺമെൻറ് ഇതിന് അനുകൂലമാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം മേടിക്കാനൊക്കെ പെർമിഷൻ തരുന്നത്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസിക്കെതിരെയാണ് ഇവർ ഈ സമരവും ബഹളവും. അതാണ് അതിലെ ഏറ്റവും കാര്യം. മറ്റൊന്ന്, LDF എന്ന് പറഞ്ഞ് കൗൺസിലിൽ 12 പേരാണ് എഴുന്നേറ്റ് കാറ്. ഇപ്പോൾ ഈ സമരങ്ങളിലും ബഹളങ്ങളൊക്കെ 10 പേരേ ഉള്ളൂ. 2 പേര് അതിലില്ല, അതിലൊന്നിലും നിൽക്കുന്നില്ല. UDFൽ നിലവിൽ നിൽക്കുന്നതിനാണ് 16 തന്നെ, പക്ഷേ LDFൽ അംഗസംഖ്യ കുറഞ്ഞു, 10 പേരേ ഉള്ളൂ. ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടാണ്. വാട്ടർ ATM, ഈ ടോയ്ലറ്റ്, ക്രിമിറ്റോറിയം, ഏതാ മൊബൈൽ ക്രിമിറ്റോറിയം, ഒരു പുരാവസ്തു പോലെ ഇന്ന് 10 ലക്ഷം രൂപ മുടക്കി ഇന്ന് വരെ ആ സാധനം കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്തോ ഈ കൗൺസിലിൻ്റെ കാലത്തോ ഒരു ഉപയോഗം പോലും നടത്താത്ത ഒരു സാധനമാണ് ആ മൊബൈൽ ക്രിമിറ്റോറിയം. 10 ലക്ഷം രൂപ. സുരേഷ്, ഞാൻ പറഞ്ഞോട്ടെ, ഈ മൊബൈൽ ക്രിമിറ്റോറിയം അത് നിങ്ങളെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും. അതെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നഗരസഭ ഇപ്പോൾ ലാഭകരമായ ഒരുപാട് കാര്യങ്ങൾക്ക് നാട്ടിൽ, അതെല്ലാം നഗരസഭയ്ക്ക് പറ്റില്ല. നഗരസഭയ്ക്ക് ശവദാഹം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അതിനോട് സൗകര്യം ഒരുക്കി കൊടുക്കാന്നുള്ളൂ. അപ്പോൾ ഇവിടെ മൊബൈൽ ക്രിമിറ്റോറിയം ഉണ്ടാക്കി. ഇത് എന്ത് ചെയ്യണം? ഒരു വീട്ടിലൊരു മരണം ഉണ്ടായാൽ ആ വീട്ടുകാരൻ തീരുമാനിക്കണം അത് ഈ മൊബൈൽ ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കണമെന്നുള്ളത്. അയാൾ ഇവിടെ വന്നം ഇതാവശ്യപ്പെട്ട് അയാൾ ഇവിടുന്ന് ഒരു വണ്ടി വലിച്ചിത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുകൊടുക്കണം. ആര് ചെയ്താലും കാശാണ്, ചിലവാണ്. ഇതവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ കത്തൂല്ലോ, അതിനകത്ത് വിറക് മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം, എല്ലാം വേണം. ഗ്യാസ് വയ്ക്കാൻ പറ്റില്ല ഇതിൽ. അപ്പോൾ അതൊക്കെ വേണം. ഇത് കഴിഞ്ഞ് അപ്പോൾ അത് തന്നെയുമല്ല, ഒരു മൃതസംസ്കാരം എന്ന് പറയുന്നത് പുരോഹിതന്മാർ അവരെ പൂജാകർമ്മങ്ങളൊക്കെ നടത്തി ചെയ്യുന്ന കാര്യമാണ്. ഇത് നഗരസഭയ്ക്ക് കണ്ടെയ്നർ ജീവനക്കാരെ പറഞ്ഞുവിട്ട് കുഴിച്ചുകൊണ്ട പരിപാടിയല്ലല്ലോ. ഇതൊന്നും പ്രായോഗികമല്ല. ഒരാൾ പോലും ഈ സാധനം ആവശ്യപ്പെട്ട് ഇവിടെ വന്നിട്ടില്ല, ഒന്നുമില്ല. ഈ കൗൺസിൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിങ്ങനെ എപ്പോഴും പറയാണല്ലോ മൊബൈൽ ക്രിമിറ്റോറിയം ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാര്യം, നിങ്ങൾ ഏറ്റെടുത്തോ, നിങ്ങൾക്കുണ്ടല്ലോ പല സംഘടനകളും പാലിയേറ്റീവ് ഗണമുടെയൊക്കെ. അപ്പോൾ ഇത് വാടകയും തരണ്ട, കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അവരേക്കാൻ തയ്യാറല്ല. ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ കൊടുക്കാമെന്ന് പറഞ്ഞു, ആരും വെക്കാൻ തയ്യാറല്ല. സാധനം ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ചെയ്തു തരും. വെറും 4000 5000 രൂപയ്ക്ക് ഞാൻ വാട്ടർ ATM ഒരു മാസം പോലും ആ സാധനം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അതാണ് മൊബൈൽ ക്രിമിറ്റോറിയം. ഒന്ന് പറഞ്ഞോട്ടെ ജോഷി. പിന്നെ ഈ വാട്ടർ ATM
5 ലക്ഷം രൂപ വീതം മുടക്കി വെച്ചു. ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ചു, ഇവിടെ വെച്ചു, മറ്റേ പാർക്കിൽ വെച്ചു. ആ വെച്ചിന് ചൂടാറുന്നതിന് മുമ്പ് 1 മാസം കഴിയുമ്പോൾ അത് കേടായി പോയി. ആ ആളുകളെ അന്വേഷിച്ചിട്ട് കണ്ടെത്താനും പറ്റിയിട്ടില്ല ഇതുവരെ. ഇല്ല, അതിന് ഫയലും ഇല്ല ഇവിടെ. മൊബൈൽ ക്രിമിറ്റോറിയം മറ്റേ വാട്ടർ ATM. പിന്നെ അതുപോലെ ചെയ്തൊരു കാര്യമാണ് ഈ ടോയ്ലറ്റ്. ആളുകൾ കൂട്ടംതൊഴിൽ കേട്ട് ജനങ്ങൾ ഓടിച്ചെന്നാണ് അത് വാതിൽ ചവിട്ടി പൊളിച്ച് ആളുകളെ പുറത്തിറക്കിയത്. അത് കയറിയവരുടെ സ്ഥിതി അതാണ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കിടക്കണു, ബസ് സ്റ്റാൻഡിൽ ഏത് പ്രതിപക്ഷമൊക്കെ അത് പറയേണ്ട സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല പറയട്ടെ, ഇപ്പോഴല്ല സുരേഷ്, അത് ശരിയാണ്. അപ്പം അതിനെ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ, ഇന്നത്തെ പ്രതിപക്ഷമല്ലല്ലോ അന്ന് 22 പേര് LDF പക്ഷത്തുണ്ട്, ആകെ 8 പേരാണ് മറുപക്ഷത്തുള്ളൂ. അവർക്ക് കൃത്യമായി അതിന് എഴുതി കൊടുത്തുകൊണ്ടാണ് ഈ കെട്ടിടം രക്ഷപ്പെട്ടെ. അവർ കൃത്യമായി വിവരക്കുറിപ്പ് കൊടുക്കുകയും നീക്കങ്ങൾ നടത്തിയതുകൊണ്ടാണ് മുനിസിപ്പൽ ബിൽഡിംഗ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഈ ടെർമിനൽ ബസ് ടെർമിനൽ ഇവിടെ എത്രയോ ബസ് കയറി ഇറങ്ങണു. അവിടെ ബസ്സിൽ കയറ്റാനായിട്ട് ടെർമിനൽ പണിതു. അപ്പോൾ ഈ ബസ് ചാടി കയറണം ഒരവസ്ഥ. 3 അടി ഉയരമുണ്ട് അതിൻ്റെ തറക്കി. ബസ് അത് കയറില്ല, അത് വേറെ കാര്യം. അപ്പോൾ ബസ് കയറാൻ പറ്റാണ്ടായി. അത് അവിടെ ഇങ്ങനെ അനാഥമായി കിടക്കായിരുന്നു. അതിനെയാണ് നമ്മളിപ്പോൾ മനോഹരമായി 5 ടോയ്ലറ്റ് ബ്ലോക്ക് ഉൾപ്പെടുന്ന ഈ ടേക്ക് എ ബ്രേക്ക് ആക്കിയത്. മനോഹരമായി ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ടോയ്ലറ്റും ഉണ്ട്, ചായക്കടയും എല്ലാ സംവിധാനവും. അത് മനോഹരമായി ചെയ്തിട്ടുണ്ട്. അത് റണ്ണിങ് ആണ് ഉണ്ട്. അപ്പം അതിൽ ജോഷി 2 ടേക്ക് എ ബ്രേക്ക് അനുവദിച്ചു. ഒരെണ്ണം വേങ്ങൂര് പണിയാൻ, പുറമ്പോക്കിൽ പണിയാൻ ചെന്നപ്പോൾ ഇവിടെ കൗൺസിൽ തീരുമാനമൊക്കെ എടുത്ത് ചെയ്യാൻ ചെന്നപ്പോൾ അവിടെയുള്ള കൗൺസിലർമാർ തന്നെ വന്ന് തടഞ്ഞ പ്രശ്നമായി. പിന്നെ അവിടെ തിരിച്ചു വരേണ്ടി വന്നു. അത് കേസൊക്കെ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവർ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത് ETP പ്രവർത്തനരഹിതമാണ്. ETP 1 മാസമായിട്ട് പ്രവർത്തനരഹിതമാണ്, സത്യമാണ്. കാരണം ETP സ്ഥാപിച്ചത് ശുചിത്വ മിഷൻ്റെ ഫണ്ടോട് കൂടിയിട്ടാണ്. ഇത് നഗരത്തിൻ്റെ അല്ലെങ്കിൽ നഗരസഭകൾക്ക് ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ പിഴ വരും. കാരണം വെള്ളം ശുദ്ധീകരിച്ച വെള്ളം മാത്രമാണ് പുഴയിലേക്കോ നദിയിലേക്കോ ഒഴുക്കാവൂ എന്നും 2 കോടി രൂപ നഗരസഭയ്ക്ക് പിഴ വരുമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ ETP സ്ഥാപിച്ചത്. ഇപ്പോൾ ETPയുടെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നത് കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ മാർക്കറ്റ് കുറേ നവീകരിക്കുന്നുണ്ട്. അവിടുത്തെ കാന, ഈ മാർക്കറ്റിലെ വെള്ളം ഒഴുകി പോകുന്ന കാന, ആ കാനയുടെ പണി ഇപ്പോൾ പൂർത്തിയാവും. മാത്രമല്ല ആ ETPയുടെ മുഴുവൻ സാധനങ്ങളും സാമൂഹ്യ വിരുദ്ധർ കുത്തിപ്പൊളിച്ച് പൈപ്പൊക്കെ കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നന്നാക്കി എടുത്തുകൊണ്ട് തന്നെ ആ സാധനം ഇപ്പോൾ തന്നെ നമ്മളത് പൂർത്തീകരിക്കും.